ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമ്മൾ വാഴപ്പിണ്ടി ആട്ടോ തോരൻ വെക്കാൻ പോണത്. ഇത് വാഴപ്പിണ്ടി അരിയണം, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നമ്മളിങ്ങനെ വട്ടത്തിന് അരിഞ്ഞിട്ട് അതിലൊരു ചെറിയ നാര് പോലെ കാണും കേട്ടോ. ആ നാര് നമ്മൾ എന്നിട്ട് തന്നെ എടുക്കണം, അറിയാം, കയ്യിൽ ഇങ്ങനെ ചുറ്റിയെടുക്കണം. അത് കളഞ്ഞില്ലെങ്കിൽ എന്താണെന്നുണ്ടല്ലോ, ഈ കറി വയ്ക്കുമ്പം കറി ഇങ്ങനെ വലിയും. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങനെ തന്നെ ഇത് മുറിച്ചെടുത്തിട്ട് ആ നാരിങ്ങനെ കയ്യിലോട്ട് ചുറ്റണം. അതിനുശേഷം നമ്മളിങ്ങനെ ആ മുറിച്ച് വെച്ചതെല്ലാം ഒന്നിച്ചെടുത്ത് 2-3 എണ്ണം ഒന്നിച്ച് വെച്ച് കുനുകുനാന്ന് അതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. നമുക്കിനി ഒതുക്കാനുള്ള അരപ്പിനുള്ള സാധനങ്ങൾ എടുത്തു. കുറച്ച് തേങ്ങ എടുത്തു, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, പിന്നെ ജീരകം, ചെറുജീരകമാണ്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഉള്ളി. ഇതെല്ലാം കൂടെ കൂടി നമുക്കിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരയ്ക്കാൻ ചേർത്ത് നമുക്ക് കുറച്ച് കാന്താരിമുളക് ഇടണേ. ഒരു പരുവാകുമ്പോൾ ഓഫ് ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് താളിക്കാനായിട്ട് ഒരു പാത്രം ചീനച്ചട്ടി എടുത്ത് വെച്ചു കേട്ടോ. അതിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉള്ളിയും അരപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് അതിൻ്റെ ഒന്ന് വേവിക്കണം, ആ പച്ചമണം മാറാൻ. അരപ്പൊന്ന് വെന്ത് കഴിയുമ്പോൾ ആ അരിഞ്ഞ് വെച്ചേക്കണ വാഴപ്പിണ്ടി അതിലോട്ട് ഇടണം, അരപ്പിലോട്ട് ഇടണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഇളക്കി നമുക്കതൊന്ന് മൂടി വയ്ക്കാം. മൂടി തുറന്നതിന് ശേഷം നമ്മൾ നേരത്തെ കുറച്ച് ഞാൻ ചെറുപയർ വേവിച്ചിട്ടുണ്ട്, അതും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. 2 മിനിറ്റ് നിർത്താതെ അങ്ങ് ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ വറ്റി നമുക്കത് ശരിയായിട്ടോ. ഇനി നമുക്കതൊരു ബൗളിലോട്ട് മാറ്റി സെർവ് ചെയ്യാം. ടാറ്റാ.